ഹലോ നമസ്കാരം, ഷാജീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുഴലപ്പം. എല്ലാവർക്കും വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. വീട്ടിലുള്ള സാധനം വെച്ച് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം നല്ല രുചികരമായ കുഴലപ്പം. അതിന് 1 ഗ്ലാസ് മാവ് വേണം. 1 ഗ്ലാസ് വറുത്ത അരിപ്പൊടി എടുത്ത് ഒരു ബൗളിൽ എടുക്കുക. ഒരു ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഒരു 200 ഗ്രാം അരിപ്പൊടി, 2 മുട്ട, കുറച്ച് എള്ള്, 1 നുള്ള എള്ള്, ആവശ്യത്തിന് ഉപ്പ് എടുത്ത് ഒരു ബൗളിലെടുത്ത് വെച്ച ശേഷം ഒരു 2 ഗ്ലാസ് വെള്ളം അടുപ്പിൽ വെച്ച് ഒരു പാത്രത്തിൻ്റെ അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുത്ത ശേഷം ആവശ്യത്തിന് വെള്ളം, 2 ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല, ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് മാവ് ഒരുപാട് ലൂസാവാതെ കട്ടിക്ക് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്ത് നല്ലതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്ത ശേഷം മാവ് ഒരുപാട് ലൂസാവാതെ കുഴച്ചെടുത്ത ശേഷം വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുത്ത് നല്ല സാവധാനം കുറേശ്ശെ മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ കൈ കൊണ്ട് നല്ല വൃത്തിയായിട്ട് മാവ് നല്ല മയം വരത്തക്ക രീതിയിൽ കുഴച്ചെടുക്കണം. കുറേശ്ശെ കുഴച്ച് നല്ല ഉരുട്ടി നല്ല സോഫ്റ്റായിട്ട് മാവ് എടുക്കണം. എന്നിട്ട് അതിൽ 2 മുട്ട എടുത്ത് പൊട്ടിച്ച് അതിലൊഴിച്ച്, എന്നിട്ട് ആ മുട്ട നല്ല വൃത്തിയായിട്ട് മുട്ടയും ഇത് ചേർത്ത് വേണം പിന്നെ വീണ്ടും നല്ല സോഫ്റ്റായിട്ട് വീണ്ടും കുറച്ചുകൂടെ നല്ല കുഴച്ചെടുക്കണം. എന്നിട്ട് എള്ള് കൂടെ ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുത്ത് ഒരു ബൗളിലോട്ട് മാറ്റി വയ്ക്കണം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചൊരു ബൗളിൽ മാറ്റി ചെറിയ ഉരുളകൾ പിടിച്ച് വയ്ക്കണം. എന്നിട്ട് വേറെ ബൗളെടുത്ത് മാറ്റി വെച്ച ശേഷം ഒരു ചപ്പാത്തി പ്രസ് എടുത്ത് അതിൽ ശകലം എണ്ണ തൂത്ത് എണ്ണയിൽ ശകലം മുക്കിയിട്ട് ആ പ്രസ്സിൽ വെച്ച് ചെറുതായിട്ട് പരത്തി എടുക്കണം. പരത്തി എടുത്തിട്ട് ചെറുതായിട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് ഇതാവരുത്, വലുതായി കഴിഞ്ഞാൽ ശരിയാവില്ല. ചെറുതായിട്ട് പരത്തി എടുക്കണം. എടുത്തിട്ട് അത് കയ്യിൽ വെച്ചിട്ട് 2 സൈഡും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒട്ടിച്ച് നടുക്ക് ഹോള് വരത്തക്ക രീതിയിൽ ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചെടുത്തിട്ട് പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് അതുപോലെ എല്ലാം ഇതുപോലെ തന്നെ ശരിയാക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ ഒരു ഗ്യാസ് ഓണാക്കി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്ത് ഈർപ്പമെല്ലാം മാറിയതിന് ശേഷം നമ്മൾ അത് പാൻ നല്ല ചൂടായ ശേഷം മാത്രം എണ്ണ അതിൽ ഒഴിക്കുക. ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ഒരു 250 ഗ്രാം എണ്ണ ആവശ്യത്തിന് ഒഴിക്കുക. അത്രയും എണ്ണയുടെ ആവശ്യം നമുക്കില്ല, എന്നാലും ഡീപ്പ് ഫ്രൈ ചെയ്യാൻ വേണ്ടി അത്ര എണ്ണ വേണം. ഇത് മുങ്ങിക്കിടന്ന് നല്ലതുപോലെ എണ്ണയിലിരുന്ന് വെന്താലേ ഇതിന് നല്ല ക്രിസ്പിയായിട്ട് വരത്തുള്ളൂ. എണ്ണ നല്ല ചൂടായി വന്ന ശേഷം ഈ കുഴലപ്പം ഓരോന്നോരോന്നായിട്ട് അതിലിടണം. എന്നിട്ട് തീ കുറച്ച് വയ്ക്കണം. സിമ്മല്ല, ഒരുപാട് ഓവറാവാതെ ചെറിയ തീയിലിട്ട് തിരിച്ച് മറിച്ചിട്ട് നമ്മൾ അത് വേവിക്കണം. തിരിച്ച് മറിച്ചിട്ട് വേവിച്ചാൽ 2 സൈഡും നല്ലതുപോലെ ക്രിസ്പിയായിട്ട് പൊള്ളി വരത്തുള്ളൂ. എന്നാലേ ക്രിസ്പിയായ കുഴലപ്പം കിട്ടുള്ളൂ. ഇതുപോലെ എണ്ണ ചെറുതായിട്ട് നമ്മൾ കോരി ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ മറിച്ച് തിരിച്ച് ഇട്ട് കൊടുക്കണം.
മറിച്ചും തിരിച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ല ബ്രൗൺ കളറാവണത് വരെ നമ്മളത് എണ്ണയ്ക്കകത്തിട്ട് മറിച്ചും തിരിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളെ കുഴലപ്പം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരാം. അപ്പോൾ നല്ല ക്രിസ്പിയായ കുഴലപ്പം ശരിയായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് എണ്ണ പാരാൻ വേണ്ടി ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ച് എണ്ണ പോയതിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് എടുത്ത് വയ്ക്കാം. ഇപ്പം നമ്മൾ കുഴലപ്പം റെഡി ആയിട്ടുണ്ട്. ഒരു 20 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയുള്ള കുഴലപ്പമാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കുക.